ട്രിപ്പിൾ ഓം ശാന്തി. ഇപ്പൊ ഈ മരത്തിന്റെ മേലെ കയറി അങ്ങനെ മെനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ. അപ്പൊ ഇതൊക്കെ വെട്ടിയിട്ട് തന്നെ മേലെ കയറി പല സ്ഥലത്തു നിന്നായിട്ട് വീഡിയോ എടുക്കണമെന്നുള്ളൂ. മരത്തിന്റെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ കുറച്ച് ഇതിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പറയാണ്ട് നിരവധി പറയാണ്ട്. മരം വേണം, പക്ഷെ മരത്തിന് വളരാനുള്ള സാഹചര്യം ഉള്ളത് കാടുകളിലാണ്. ആ കാടുകൾ വെട്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഓരോരോ ആളുകളും കാടുകൾ വെട്ടിയിട്ട് വീടുണ്ടാക്കി. നാട് കാടാക്കി കൊടുത്താൽ കാട്ടിലുള്ള ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങും, നന്നായി ഇറങ്ങും. കാരണം അവർക്ക് സാഹചര്യങ്ങളാണ് അവരുടെ താവളങ്ങളായി മാറും. ഇപ്പൊ കണ്ടൽക്കാടുകൾ ഉണ്ടാക്കി കൊടുത്താൽ എന്താണോ സമ്പൽ സമൃദ്ധമായിട്ട് കണ്ടൽക്കാടിനകത്ത് വളരാനുള്ളത് അവിടെ അവര് സമൃദ്ധമായിട്ട് വളരും. പക്ഷെ കണ്ടൽക്കാടിനൊരു പ്രത്യേകത ഉണ്ട്, അത് തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കും, അത് നാടിനെ പിടിച്ചടക്കും. പിന്നെ ഈ കാടിന് ഒരു പ്രത്യേകത ഉണ്ട്. മരങ്ങൾക്ക് കാടുണ്ടാക്കി കൊടുത്ത് മരങ്ങൾ നന്നായിട്ട് വെച്ച് വളർത്തി നമ്മൾ അതൊരു കാടാക്കി കൊടുത്താൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ മരം വെട്ടാനും ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ. തന്നെ മരം വെട്ടാം. ഇപ്പൊ മരം കൂടുതലായിട്ട് എന്താ പറയാ, പെരുമ്പാവൂര് ഇത് പ്ലൈവുഡ് ഉണ്ടാക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഡിമാൻഡുള്ള സമയം. അത്യാവശ്യം വലുപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കി. നമുക്ക് വേണ്ടത്, മനുഷ്യർക്ക് വേണ്ടത്, ഇതെല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ. യോഗികൾ ഒരു 10-15 സെന്റൊക്കെ സ്ഥലമൊക്കെ ഉള്ള വ്യക്തികളോട് ഉള്ളൊരു ചെറിയ ഇതാണ് കൊടുക്കുക. വിറ്റ് നമുക്ക് അവിടെ ചെറിയ മനുഷ്യന്റെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള കൃഷികൾ അത് ചെയ്യണം കേട്ടോ. സത്യത്തിലേക്ക് നേരെയൊന്നും പോകാൻ പറ്റില്ല. ഇതിങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഇനി വർഷങ്ങൾ കുറച്ചുണ്ട്. പലരും വിചാരിച്ചാൽ ഇനി 10 വർഷമുള്ളൂ. 10 വർഷമൊന്നുമല്ല, കുറച്ച് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മൊത്തം ചേഞ്ച് ആക്കണം. പിന്നെ 10 വർഷത്തോട് കൂടിയിട്ട് നമ്മുടെ ജ്ഞാനം ശരിക്കും എത്ര സമയം പിന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ എന്താ പറയാ, മൂടപ്പെടുക പറഞ്ഞാൽ ഒറ്റയടിക്ക് പെട്ടെന്നായിട്ട് ക്ലോസ് ആവില്ല. അത് ബാബയ്ക്കേ അറിയുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാബയ്ക്കേ അറിയുള്ളൂ. കാരണം അത് ബാബയുടെ കയ്യിലാണ്. ഇപ്പൊ നമുക്ക് ജ്ഞാനത്തിന്റെ മൂലാമാലകൾ തുറന്നു വന്നത് ഭഗവാനാണ്. അതേ ഭഗവാന് തന്നെ അത് ക്ലോസ് ചെയ്യാനും പറ്റുള്ളൂ. അതിൽ ജ്ഞാനം മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ. ജ്ഞാനത്തിന്റെ ആ ഒരു ഇത് മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടാവും. സ്നേഹം എത്ര എടുത്തിട്ടുണ്ടോ അതുണ്ടാവും, ശാന്തി എത്ര എടുത്തിട്ടുണ്ടോ അതുണ്ടാവും, ശക്തി എത്ര എടുത്തിട്ടുണ്ടോ അതുണ്ടാവും, ആനന്ദം എത്ര എടുത്തിട്ടുണ്ടോ അതുണ്ടാവും. ഇതൊക്കെ എന്തിന്റെ ആധാരത്തിൽ? ജ്ഞാനത്തിന്റെ ആധാരത്തിൽ. എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. അമൃതവേള മുതൽ അവസാനം രാത്രി കിടന്നുറങ്ങണവരെയും സമയം കുറച്ചധികം നീണ്ടു നിൽക്കുകയല്ലേ. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് എടുത്തതിന്റെ ആധാരത്തിൽ നമ്മുടെ ആത്മാവിൽ എത്രത്തോളം അതിന്റെ പവർ ഉണ്ടോ, അഷ്ടശക്തികളുണ്ടോ, 16 കലകളുണ്ടോ, 36 ദിവ്യ ഗുണങ്ങളുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഓരോരോ ആത്മാക്കളുടെയും രാജാ പാർട്ട്, പ്രജാ പാർട്ട്, ദാസ പാർട്ട്. അല്ല, രാജയോഗം പഠിപ്പിക്കുന്നുണ്ട്, പ്രജായോഗം പഠിപ്പിക്കുന്നുണ്ട്, ദാസയോഗം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ശാന്തി.